കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു വരും ദിവസങ്ങൾ ബിഗ് ബോസ് വീട് കൂടുതൽ സംഘർഷഭരിതമാവാൻ സാധ്യതയുണ്ടെന്ന്. ആക്റ്റീവ് അല്ലാത്തവരൊക്കെ നോമിനേഷൻ പേടിച്ച് ആക്റ്റീവ് ആകുമെന്ന രീതിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇത്രയും കറക്റ്റായി നടക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? ഒരു എപ്പിസോഡിന്റെ മുക്കാൽ ഭാഗവും വഴക്കും ബഹളവും മാത്രം. അതാണ് ബിഗ് ബോസ് വീട്ടിലെ ഇന്നലത്തെ അവസ്ഥ. ഒരു മോർണിംഗ് ആക്ടിവിറ്റിയും ടാസ്കും, ഇത് രണ്ടും മാത്രമാണ് ഇന്നലെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ റിലേറ്റ് ചെയ്ത് ഒരു ലോഡ് കണ്ടന്റാണ് മത്സരാർത്ഥികൾ ഉണ്ടാക്കിയെടുത്തത്. ഇതുവരെ എല്ലാവരും കരുതിയത് പുറത്തുപോയ രതീഷ് കുമാറാണ് കൂട്ടത്തിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരേ ഒരാൾ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ജിൻഡോയാണ് ബിഗ് ബോസ് വീട്ടിലെ റിയൽ കണ്ടന്റ് മേക്കർ. ജിൻഡോയുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ കണ്ടാൽ തലയ്ക്ക് വെളിവില്ലാത്ത പോലെയാണ് തോന്നുകയെങ്കിലും കണ്ടന്റ് മേക്കിങ്ങിൽ അപാര കഴിവാണ് അദ്ദേഹത്തിന്. ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡോട് കൂടി അക്കാര്യം ഉറപ്പായി. ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയെന്നറിയാമോ? വീടിനുള്ളിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ടെത്തി ദുർഗുണ പാഠശാലയിലേക്ക് പറഞ്ഞയക്കുക, അതായത് ഈ ജുവനൈൽ ഹോം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി പറയലാണ് ടാസ്ക്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ചായയിലേക്ക് തുമ്മിയത് ചൂണ്ടിക്കാട്ടി കൂടുതൽ പേരും ജാസ്മിനെയാണ് പറഞ്ഞതെങ്കിലും പ്രശ്നമായത് അതൊന്നുമല്ല. മിസ്റ്റർ ജിൻഡോ ജുവനൈൽ ഹോമിലേക്ക് സെലക്ട് ചെയ്ത രശ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സംഭവം വഷളാക്കിയത്. വളർന്നു വന്ന ഏരിയയുടെ പ്രശ്നമാണ് രശ്മിനെന്നും അതാണ് വീടിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നതുമാണ് ജിൻഡോ പറഞ്ഞത്. സംഭവം വേറൊന്നുമല്ല, ലാലേട്ടൻ വന്ന ദിവസം, അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ രശ്മിൻ ഡിസ്റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചതാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. പക്ഷേ ഏരിയ എന്ന സാധനം ഉപയോഗിച്ചതാണ് ആകെ സീനാക്കിയത്. പിന്നീട് അങ്ങോട്ട് രശ്മിൻ ജിൻഡോ വഴക്കിന്റെ മൂർധന്യാവസ്ഥയാണ് വീടിനുള്ളിലുണ്ടായത്. സ്ഥലപ്പേര് കളിയാക്കിയതിൽ സ്വയം രശ്മിൻ ദേഷ്യപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം രശ്മിന്റെ റിയാക്ഷനെ വിലയിരുത്തിയാൽ അതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. രശ്മിൻ കൊച്ചിക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വന്തം നാടിനെ പറ്റി പറഞ്ഞിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് രശ്മിന് കൃത്യമായി അറിയാം. പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയി, പുറത്തുള്ളവരുടെ പിന്തുണ ലഭിക്കും. അക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് രശ്മിന്റെ റിയാക്ഷനും ശേഷമുള്ള കരച്ചിലും വീടിനുള്ളിലെ കാട്ടിക്കൂട്ടലുമല്ല. കിച്ചണിലെ ഫുഡ് വേസ്റ്റ് എടുത്ത് ലിവിംഗ് റൂം മുഴുവൻ വാരിയിടുന്നതും ജിൻഡോയോട് ക്ലീൻ ചെയ്യാൻ പറയുന്നതുമെല്ലാം കണ്ടന്റ് മേക്കിംഗ് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ രശ്മിൻ കൃത്യമായി കിട്ടിയ സമയം യൂട്ടിലൈസ് ചെയ്തു. അടുത്തതാണ് അതിലും ഹൈലൈറ്റ്. പവർ ടീമിൽ 3 പേർ ചേർന്നെടുത്ത തീരുമാനം ഓപ്പണായി പറഞ്ഞതിന് പണിഷ്മെന്റ് ലഭിച്ച ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴാണ് അർജുന്റെയും ഗബ്രിയുടെയും പ്രൊവോക്കിംഗ്. അടിച്ച സ്ഥലത്തേക്ക്, അതായത് ഓൾറെഡി ക്ലീൻ ചെയ്ത സ്ഥലത്തേക്ക് വേസ്റ്റിൽ ചവിട്ടി നടക്കുന്നു, സംസാരം കൊണ്ട് ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്നു. അവസാനം ഗബ്രിയെ ജിൻഡോ കൈവയ്ക്കുമെന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. വീണ്ടും ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് കൃത്യമായി ആ സമയത്ത് ആ വിഷയത്തിൽ ഇടപെട്ടത്. ഇനി ഒരു അടിയുണ്ടായാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ജിൻഡോയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. ബിഗ് ബോസിന് പോലും പേടിയുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് റോക്കി സിജോ പ്രശ്നം ജിൻഡോയെ ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചത് പോലും. പുറത്ത് സിംഹമാണെങ്കിൽ അകത്ത് എലി, അതായിരുന്നു കൺഫെഷൻ റൂമിനുള്ളിലെ ജിൻഡോ. എണ്ണിപ്പെറുക്കി കരയുന്ന അവസ്ഥയായിരുന്നു ജിൻഡോയുടേത്. കൂട്ടിന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ ആൾ സീരിയസ് ആയാണ് പറയുന്നതെങ്കിലും കാണുന്നവർക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്തത്. ഒരു കോമഡി എന്റർടൈനർ പേഴ്സൺ, അതാണ് സത്യത്തിൽ പ്രേക്ഷകർക്ക് ജിൻഡോ. ആൾക്ക് വലിയ സംഭവങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു വരുമ്പോൾ കോമഡി രീതിയിലേക്ക് മാറുകയാണ്. ഈ കാണുന്ന ആൾ തന്നെയാണോ കുറച്ച് മുൻപ് വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നുണ്ടെങ്കിലും ജിൻഡോ അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ഇമാതിരി വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് വകതിരിവില്ലാത്ത സംസാരം, ഒരേ സമയം പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും കൺഫ്യൂഷൻ ആക്കുന്ന ക്യാരക്ടർ. ഈ ദിവസം മുഴുവൻ അടിയോടടി ആയിരിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് നെക്സ്റ്റ് വീക്കിലെ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള ടാസ്ക് കൊടുക്കുന്നത്. ഓൾറെഡി ഈ എരിവുള്ള കറിയിലേക്ക് മുളകുപൊടി ഇടുന്നത് പോലെയുള്ള പണിയാണ് ബിഗ് ബോസ് അപ്പോൾ കാട്ടിയത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിപ്പിച്ച് അടങ്ങുമെന്ന ഉദ്ദേശം ബിഗ് ബോസിനുണ്ട്. എന്നാലല്ലേ കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ കൃത്യമായി ടാസ്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എല്ലാ സീസണുകളും കാണുന്ന ഒരാൾക്ക് പരിചയമുള്ള ഒന്നായിരിക്കും ഈ ടാസ്ക്. അത്രയും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മത്സരങ്ങളിലൊന്നാണ് അലക്ക് ടാസ്ക്. പേര് പോലെ തന്നെ ഡ്രസ്സ് അലക്കിയെടുക്കുക. നിലവിലെ 4 ടീമുകൾക്ക്, അതായത് പവർ ടീം ഉൾപ്പെടെയുള്ള 4 ടീമുകൾക്ക് അഴുക്കുള്ള ഡ്രസ്സ് നൽകും. ഇത് വൃത്തിയായി അലക്കി ഉണക്കി തേച്ച് ക്വാളിറ്റി ചെക്കിന് കൊടുക്കണം. ശേഷം ബിഗ് ബോസ് നിർദ്ദേശിച്ച ഓരോ ടീമിൽ നിന്നുള്ള ജഡ്ജ് വസ്ത്രങ്ങൾ ക്ലീൻ ആണോ എന്ന് പരിശോധിക്കും. കൂടുതൽ പോയിന്റ് കിട്ടിയവർ ജയിക്കും. ഇതാണ് ഈ അലക്ക് ടാസ്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇതിനിടയിൽ ബിഗ് ബോസ് ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. മറ്റു ടീമിനെ ടാസ്കിനിടയിൽ പരാജയപ്പെടുത്താൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഡ്രസ്സും വെള്ളവും എല്ലാം സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുകയും വേണം. വാശിയേറിയ പോരാട്ടത്തിനിടയിൽ ടീം നെസ്റ്റ് ആണ് ജയിച്ചത്.
ടാസ്ക് നന്നായി ആക്റ്റീവായി നടന്നുവെങ്കിലും ഡ്രസ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡോ ഓവർ പവർ കാണിച്ചതാണ് പ്രശ്നമുണ്ടാക്കിയത്. അവിടെയും പ്രശ്നക്കാരൻ ജിൻഡോ തന്നെയായിരുന്നു. ടണൽ ടീമിനെ കഷ്ടകാലത്തിന് ജഡ്ജായെത്തത് ജിൻഡോയാണ്. ഗബ്രിക്കെതിരെ നിൽക്കാനുള്ള ചാൻസ് നോക്കി നടക്കുന്ന ജിൻഡോയ്ക്ക് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ ജഡ്ജ്മെന്റ്. കണ്ട ആർക്കും മനസ്സിലാവും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ജിൻഡോ ടണൽ ടീമിനെ വിലയിരുത്തിയതെന്ന്. മര്യാദയ്ക്ക് ഡ്രസ്സ് ചെക്ക് ചെയ്ത് കാര്യം പറഞ്ഞു പോകുന്നതിന് പകരം ഒരാവശ്യമില്ലാതെയാണ് ഗബ്രിയുമായി അദ്ദേഹം സീൻ ക്രിയേറ്റ് ചെയ്തത്. ചെറുതായി ഒന്ന് ഗബ്രിയുടെ വീട്ടുകാരെ സംസാരത്തിനിടയിൽ വിളിക്കുകയും ചെയ്തു. അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെയാണ് സത്യത്തിൽ ഗബ്രിയുടെ കുബുദ്ധി മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ജിൻഡോയാണ് ജഡ്ജ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗബ്രി മാക്സിമം ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തിന്, ഡ്രസ്സ് ചെക്ക് ചെയ്യുമ്പോൾ പോലും അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. സിമ്പിളായി പറഞ്ഞാൽ ഗബ്രി വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ജിൻഡോ പ്രൊവോക്ക് ആകുന്നു, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു, ക്യാമറ സ്പേസ് കിട്ടുന്നു, ക്ലിയർ. ഇതിനിടയിലാണ് പുതിയ ക്യാപ്റ്റൻ ജാൻമോണിദാസിന്റെ അടുത്ത സീൻ ക്രിയേറ്റ് ചെയ്യൽ. ഒരു കാര്യമില്ലാതെയാണ് നോറയുമായി വഴക്കിട്ടതെന്ന് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ദേഷ്യപ്പെട്ടാൽ പിന്നെ വേറെ ജാൻമോണിദാസ് എന്ന് പറഞ്ഞ പോലെയാണ്, വാ തുറന്നാൽ പോയി. നോറയെ തേർഡ് ക്ലാസ് എന്നൊക്കെ വിളിക്കുന്ന ജാൻമണി സ്വന്തം ക്ലാസ് പെരുമാറ്റത്തിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നോറയുടെ കാര്യം അതിലും കഷ്ടമാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് കരച്ചിൽ തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം മറ്റുള്ളവർ ഇമോഷണലി വീക്കാണെന്ന് തന്നെ പറയുന്നുണ്ട് എന്നാണ് നോറയുടെ പ്രശ്നം. ആ ആൾ തന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിനെ കരയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഗെയിം മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുക? ജാൻമണി ക്യാപ്റ്റൻ ആയത് വെറും ഷോ കാണിക്കാൻ മാത്രമാണെന്ന് ഏതാൾക്കും മനസ്സിലാവും. ആവശ്യമുള്ള ഒരു കാര്യത്തിലും പ്രതികരിക്കുകയില്ല, ആവശ്യമില്ലാത്തതിൽ ചാടിക്കയറി ഇടപെട്ട് കുളവാക്കുകയും ചെയ്യും. ഇന്നലെ പവർ ടീം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് താല്പര്യമില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് ഒരു ക്യാപ്റ്റന് ചേർന്ന പണിയല്ല. ജാസ്മിനോട് ചേച്ചിയെന്ന് വിളിക്കാൻ പറയുന്നതുമെല്ലാം ഓവർ കാട്ടിക്കൂട്ടലാണ്. 4th വീക്കിൽ വേസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പ്രേക്ഷകർ വിധിയെഴുതാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. ഈ ഒരു ഒറ്റ എപ്പിസോഡോടുകൂടി പവർ ടീം ഫ്ലോപ്പാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പവർ ടീമിലുള്ളവർ പോലും അടികൂടുന്നു, നിയമങ്ങൾ തെറ്റിക്കുന്നു. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പവർ ടീം എന്നൊക്കെ തോന്നിപ്പോവും. ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബിഗ് ബോസ് പവർ ടീമിനെ പിരിച്ചുവിടാനും പുതിയ ടീമിനെ റീപ്ലേസ് ചെയ്യുവാനും ചാൻസ് കൂടുതലാണ്. സത്യത്തിൽ മത്സരാർത്ഥികൾ ഗെയിം ട്രാക്കിലേക്ക് കയറി വരുന്നുണ്ടെന്നാണ് ഇന്നലെയുള്ള ഒരു എപ്പിസോഡിലൂടെ എനിക്ക് തോന്നിയത്. കാരണം വീടിനുള്ളിൽ നടന്ന മോർണിംഗ് ആക്ടിവിറ്റി ഇഷ്യൂ ആയാലും അലക്ക് ടാസ്കിനിടെയുള്ള പ്രശ്നമായാലും എല്ലാം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത പോലെയാണ് തോന്നുക. കാരണം അത്തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് നിലനിൽപ്പുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നിലവിൽ ജിൻഡോ, രസ്മിൻ, ഗബ്രി, അർജുൻ, അൻസിബ തുടങ്ങിയവർ കൃത്യമായി മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത്. വീടിനുള്ളിൽ ഒരു മണ്ടൻ എന്ന രീതിയിലാണ് ജിൻഡോ വിലയിരുത്തപ്പെടുന്നതെങ്കിലും പുറത്ത് അങ്ങനെയല്ല. നിലവിലെ സീസണിലെ സെന്റർ ഓഫ് ഗെയിമർ ജിൻഡോ തന്നെയാണ്. മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു ശക്തനായ എതിരാളി എന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്താൻ സാധ്യത കൂടുതലാണ്. ശ്രീതു, യമുന റാണി, ശരണ്യ, ഋഷി ഇവരും കൂടി ഒന്ന് ആക്റ്റീവ് ആയാൽ ഇനി അങ്ങോട്ട് കണ്ടന്റിന്റെ ചാകരയായിരിക്കും.